ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ അവതരിപ്പിച്ച ഹോട്ട് സീറ്റ് എന്ന തീം വളരെ രസകരമായ ഒരു ടാസ്ക്കാണ്. ഇന്ത്യയിലെ പ്രമുഖ മാധ്യമപ്രവർത്തകർ ബിഗ് ബോസിലേക്ക് വരുന്നതും അതിലെ കണ്ടസ്റ്റൻസിനെ ഒരു ടീമാക്കി ചോദ്യങ്ങൾ ചോദിക്കുന്നതും ടീം മെമ്പേഴ്സ് അതിന് മറുപടി പറയുകയും ചെയ്യുന്നതും എല്ലാമാണ് ടാസ്ക്. ആദ്യം വന്ന ടീമിൽ പൂജ കൃഷ്ണ, ജാൻമണി, അഭിഷേക് ശ്രീകുമാർ, ഋഷി, ശരണ്യ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ചോദ്യോത്തരവേളയിൽ ഗബ്രിയുടെ ഏതാനും വാക്കുകളിൽ പിടിച്ച് പൂജ കൃഷ്ണ ഭംഗിയായി മറുപടി കൊടുത്ത് ഗബ്രിയുടെ വായടപ്പിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ടീം ആയി വന്ന പവർ ടീമിൻ്റെ ആദ്യ ചോദ്യം പവർ ടീമിൽ യോഗ്യതയില്ലാത്ത വ്യക്തിയെക്കുറിച്ചായിരുന്നു. ശരണ്യ നിസ്സംശയം ഗബ്രിയുടെ പേര് പറഞ്ഞു. കാരണം ക്യാപ്റ്റൻസി ടാസ്കിൽ ഫോട്ടോ എടുത്തുകൊണ്ടു വയ്ക്കുന്നതിനിടയിൽ ജാസ്മിൻ്റെ ഫോട്ടോ കൊണ്ടുപോയി വയ്ക്കാനുള്ള തത്രപ്പാടിൽ ഗബ്രി ശരണ്യയെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു. അത് നിലവാരമുള്ള ഒരു ഗെയിമറുടെ ലക്ഷണമല്ലെന്നും അതുകൊണ്ട് ഗബ്രി പവർ ടീമിൽ തുടരുവാൻ യോഗ്യനല്ല എന്നും ശരണ്യ പറഞ്ഞു. മറുപടിയായി ഗബ്രി ഇത് ബിഗ് ബോസ് ഹൗസ് ആണ് എന്നും ഇവിടെ ആൺപെൺ വ്യത്യാസമില്ല, വലിപ്പച്ചെറുപ്പ വ്യത്യാസമില്ല എന്നും ശരണ്യ വിമൻ കാർഡ് ഇറക്കി കളിക്കുകയാണെന്നും പറഞ്ഞു. ഉടൻ തന്നെ ആ കാര്യത്തിൽ പൂജ കൃഷ്ണ പഴയ കാര്യങ്ങളുൾപ്പെടെ ഗബ്രി ജെൻഡർ കാർഡ് ഇറക്കിയതും തുടക്കത്തിൽ റോക്കിയുമായി ഗെയിം കളിക്കുമ്പോൾ റോക്കിയോട് നീ ആണുങ്ങളെപ്പോലെ കളിക്കട എന്ന് പറഞ്ഞതും അപ്പോൾ എന്ത് മെസ്സേജാണ് ഈ ലോകത്തിന് ഗബ്രി കൊടുത്തതെന്നും ചോദിച്ചു. ഒരു ഉത്തരവും പറയാനില്ലാതെ ഗബ്രി പഴം വിഴുങ്ങിയതുപോലെ ഇരിക്കുകയാണ് ചെയ്തത്. പൂജ വീണ്ടും ബോൾ എറിഞ്ഞ് ടാസ്കിൻ്റെ കാര്യം തന്നെ എടുത്ത് അത് റോക്കി ബോൾ എറിഞ്ഞപ്പോൾ സ്ത്രീകളുടെ അസ്ഥാനത്ത് എറിഞ്ഞതിനെപ്പറ്റി ഗബ്രി കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ സ്ത്രീകളിൽ ആരും തന്നെ ഗബ്രിയെ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ക്ഷണിച്ചിരുന്നില്ല. അതുകൊണ്ട് ഗബ്രി അപ്പോൾ പറയുന്ന ജെൻഡർ ഇക്വാളിറ്റി വിട്ട് ആണ് വിമൻ കാർഡും മെൻ കാർഡും ഇറക്കി കളിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഗബ്രിക്ക് ഒരു ഉത്തരവും പറയാനുണ്ടായിരുന്നില്ല. വെറുതെ ശരണ്യക്കെതിരെ വിമൻ കാർഡ് ഇറക്കി എന്ന ആരോപണം ഉന്നയിച്ച ഗബ്രിക്ക് പൂജ കൃഷ്ണ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മറുപടി കൊടുത്തു. അക്ഷരാർത്ഥത്തിൽ ഗബ്രിയെ വായടപ്പിക്കുകയാണ് പൂജ കൃഷ്ണ ചെയ്തത്. ഇതുവരെ ജിൻഡോയ്ക്കെതിരായി ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാതെ ഉപയോഗിച്ച് താൻ ചെയ്യുന്ന എല്ലാ വിവരക്കേടിനെയും ന്യായീകരിച്ചിരുന്ന ഗബ്രിക്ക് പൂജ കൃഷ്ണ കൊടുത്ത ആ പാഠം തകർത്തു എന്ന് വേണം പറയാൻ.